ഐ ആം നോട്ട് എക്സാജറേറ്റിംഗ് സർ. അവര് 40 പേരുണ്ടായിരുന്നു. തലങ്ങനെയും വിലങ്ങനെയും നെടുകയും കുറുകയും ഒളിച്ചിരുന്നും അല്ലാതിരുന്നുള്ള ആക്രമണം. കയ്യിൽ വെട്ടുകത്തി, വടിവാള്, ചുരുട്ടുവാള്, പിന്നെ വളഞ്ഞിരിക്കുന്ന ഒരു വാളുണ്ടല്ലോ, എന്താ എന്റെ പേര് സാർ? അതെ, തുടങ്ങിയ മാരകായുധങ്ങൾ. അഭ്യാസികളാണ് അവർ ഓരോരുത്തരും. ഒടുവിൽ ഞാൻ കാവിലമ്മ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാടൻ മുറങ്ങ് പ്രയോഗിച്ചു. അതിൽ അവര് വീണു. ആര്? താനോ? അല്ല, അവര്. പിന്നെ കണ്ണടച്ചോണ്ടുള്ളൊരു കീറലായിരുന്നു. കീറി. അപ്പോ തന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് ആ കീറലിനിടയിൽ കിട്ടിയതായിരിക്കും. അല്ല ചേച്ചാ, ഇത് രാവിലെ വ്യായാമം എടുക്കുന്ന സമയത്ത് കാലൊന്ന് വഴുതി ഒരു ചെറിയ കീറൽ, അല്ല പോറൽ. തനിക്ക് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചൂടായിരുന്നോ? പോലീസ് വരുന്നവരെ കാത്തിരിക്കാൻ അവർക്ക് ക്ഷമയില്ല. അവർ ജീവനും കൊണ്ട് നോർത്ത് ഡയറക്ഷനിലേക്ക് ഓടി സാർ. അത് പോട്ടെ. ആരായിരുന്ന ഇൻഫോമർ? അതൊന്നും അറിയില്ല. ഒരു ഇൻഫർമേഷനും ഇല്ലാതെ കയറി വന്നുള്ള ഒരു ആക്രമണമായിരുന്നു എന്റെ നേർക്ക്. അതല്ലടോ, പട്ടരെ പിടിക്കാനായി തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഇൻഫോമർ ആരായിരുന്നെന്നാ ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് അവർക്കും അറിയേണ്ടിയിരുന്നത്. 3-4 പേര്, അല്ല 10-40 പേര് അടിച്ചെന്നെ ഈ പരുവത്തിലാക്കിയിട്ടും ഞാൻ ആ കാര്യം പറഞ്ഞില്ല. സാറിന്റെ വേല മനസ്സിലിരിക്കട്ടെ. തന്ത്രപൂർവ്വം എന്റെ ഇൻഫോർമർ ആരാണെന്നറിഞ്ഞ് അയാളിൽ നിന്നും എനിക്ക് കിട്ടേണ്ട വിവരങ്ങൾ തട്ടിയെടുത്ത് പല കേസുകളും പിടിച്ച് ക്രെഡിറ്റ് സ്വയം തട്ടിയെടുക്കാനുള്ള അടവ് നടപ്പില്ല. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. താൻ കേസ് എടുക്കയോ ക്രെഡിറ്റ് എടുക്കയോ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഈ പൊല്ലാപ്പിലൊന്നും ഞാനില്ല. ഇന്ന് രാത്രി മുതൽ എനിക്ക് ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് എന്റെ ഈ ആഴ്ചത്തെ നൈറ്റ് ഡ്യൂട്ടി താനൊന്ന് നോക്കേണ്ടി വരും. ഓക്കെ? ചന്തക്കടവിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന പയ്യന്റെ ആലോചന ജമീലേക്ക് വീണ്ടും വന്നു. എന്താ ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലാത്തതെന്ന് അവര് ചോദിച്ചു. അതിനെന്താ ഉമ്മ, നമുക്ക് കൂട്ടായിട്ട് പൊക്കളയാം. പോയി ഫിക്സ് ചെയ്യുന്നൊന്നും അല്ലടാ പ്രശ്നം. 50 പവനും 1 ലക്ഷം രൂപയാ ശ്രീധരൻ ചോദിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന ഇത്രയും രൂപ? ഒറ്റ മാർഗേ ഉള്ളൂ, അറ്റ കൈക്ക് ഈ വീട് വിൽക്കുക. അതൊന്നും വേണ്ടി വരില്ല. ദൈവം എന്തെങ്കിലും മാർഗം കാണിച്ചു തരാതിരിക്കില്ല. ജമീലേക്ക് ഒരാങ്ങളെ മാത്രമല്ലല്ലോ ഉള്ളത്. പണം ഉണ്ടാക്കാൻ നീ മാത്രം ബുദ്ധിമുട്ടണ്ട, ഞാനും ഇല്ലേ. എല്ലാം ശരിയാവൂടാ. എന്നാ സത്യത്തിൽ ഇപ്പൊ പൊര നിറഞ്ഞു നിൽക്കുന്ന അവളല്ല, നിങ്ങളാ. ഇപ്പോഴെങ്കിലും ഉമ്മയ്ക്ക് അത് പറയാൻ തോന്നിയല്ലോ. ജമീലയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ ഞാൻ കെട്ടും. നീ കെട്ടുക കെട്ടാതിരിക്കും എന്ത് വേണേ ചെയ്യും. മോനെ പോയി കളയരുത്, ഉമ്മ ചായ കൊണ്ടുവരാം. ഉമ്മ ചായയുടെ അവലൂസ് കൊണ്ടോടെ എടുത്തോ. നിനക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. എന്ത്? വല്ല പാലയിലോ കാഞ്ഞിരപ്പള്ളിയിലോ ഉള്ള ഏതെങ്കിലും റബ്ബറച്ചായന്റെ മന്ദബുദ്ധിയായ മകളെ നിനക്ക് വേണ്ടി ഞാൻ ആലോചിക്കാം. നല്ല പൂത്ത കാശ് കിട്ടും. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ ഏതാണ്ട് നോക്കിയിരിക്കുക. എന്ത് നോക്കിന്ന്? ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ച എന്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പെണ്ണെങ്ങനെ? പെണ്ണ് കൊള്ളാം, പക്ഷെ തന്ത മന്ദബുദ്ധിയാണോന്നൊരു ഡൗട്ട്. ഹലോ, ഞാനാ കറിയാച്ചൻ, കൈചൂണ്ടി. ഞാനും അച്ചായ, മേഴ്സിക്കുട്ടി. ഹലോ. എനിക്ക് അച്ചായനെ കാണാൻ കൊതിയായി. എനിക്ക് കൊതി തീരെയില്ല, ആർത്തിയാ, ആക്രാന്തമാ. നമുക്കൊന്ന് കൂടണ്ടേ? എപ്പോഴാ? നാളെ കാണാം. നമുക്ക് സീവേഴ്സ് ഹോട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, ഞാൻ വരാം. പള്ളിക്കാട് പ്രഭാകരനല്ല, ഇനിയിപ്പോ വള്ളക്കടവ് പാക്കരനാണെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ കാശ് കറക്റ്റ് ആയിട്ട് കിട്ടണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ ലോഡ് അവിടെ തന്നെ കിടക്കും. കല്ലടോ, ഈട്ടിയാ ഈട്ടി. ഗുഡ് മോർണിംഗ് ഡാഡി. മോർണിംഗ്. ഞാൻ പോവാ. മോള് മാരുതി എടുത്തോ. ഡ്രൈവർ ആക്വരം കുടിക്കോ? മാരുതി പോവാം, പക്ഷെ രാഘവം വേണ്ട. അല്ലെങ്കിൽ ജോസുട്ടിയെ വിളിച്ചോ? അതല്ലേ ഡാഡി, ഇന്ന് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം പ്ലീസ്. അത് വേണോ? വേണം. വേണ്ടെന്നാര് പറഞ്ഞു? പക്ഷേ ചെത്തരുത്, നോർമലായിട്ട് പയ്യെ പയ്യെ പോണം. ഓക്കെ ഡാഡി. ഒരു ശല്യം പുറകെ കൂടിയിരിക്കുക. ഏത് ശല്യം? പൂവല ശല്യം. മനസ്സിലായില്ല. ഒരുത്തം പിന്നാലെ കൂടിയിട്ടുണ്ട്. എവിടെ പോയാലും അവന്റെ ഷേപ്പിലെ സ്മോന്തയാണ് കാണുന്നത്. തന്തപ്പടി എന്തിനാ കൂടെ കയറി വന്നത്? കൊരങ്ങൻ. അവൻ പുറകെ തന്നെ ഉണ്ടല്ലോ. ആരാ? ആ ചെത്ത് പാർട്ടി. കൈചൂണ്ടി കറിയാച്ചന്റെ വണ്ടി ഫോളോ ചെയ്യാൻ മാത്രം ഈ ചെത്തുകാർ വളർന്നോ? ഡാഡി വഴക്കിനൊന്നും പോകണ്ട. ഇവരെ ഞാൻ വെച്ചിട്ടുണ്ട്. വണ്ടി ഇന്ന് വല്ലതൊക്കെ നടക്കും. ഹലോ ഹലോ, ഒന്ന് ചോദിച്ചോട്ടെ, എന്താ മക്കളുടെ പേര്? ഞാൻ റോണി വിൻസെന്റ്, ഇതെന്റെ ഫ്രണ്ട് ജമാൽ. നല്ല മതമൈത്രി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഞാൻ കറിയാച്ചൻ, കൈ ചൂണ്ടി. ആര് കൈ ചൂണ്ടി? ഡേയ്, നീ കൈ ചൂണ്ടിയാ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രായത്തിന് മൂത്തവരെ കൈ കൊണ്ടിരുന്നു. ഞാനങ്ങ് ചൂണ്ടിയില്ല.
അങ്കിൾ അവൻ കൈ ചൂണ്ടിയിട്ടില്ല, അങ്കിളിന് തോന്നിയതാ. അവനാ ടൈപ്പ് അല്ല അങ്കിൾ. ആണോ? ഏത് വകയിലടാ ഞാൻ നിന്റെ അങ്കിൾ? നിന്റെ അമ്മയുടെ ആങ്ങളെയാണോ ഞാൻ? എന്റെ പേരാ കൈചൂണ്ടി. കൈചൂണ്ടി പറമ്പിൽ സക്കറിയ മകൻ കറിയ. ഇതെന്റെ മോള് താരാ സക്കറിയ. ഹലോ. നമസ്തേ. അത്രയും മതി. ഓക്കെ. അപ്പോഴേ ഇതിവിടെ ചെന്ന് അവസാനിപ്പിക്കണമല്ലോ. ഏത് പാവം കുഞ്ഞുങ്ങൾ മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഇനി എന്റെ മോളുടെ പിന്നാലെ ചുറ്റി നടന്നാൽ കറിയാച്ചന്റെ കൈയുടെ ചൂട് നീയൊക്കെ അറിയും. എന്താ ഈ പറയുന്നത്? അങ്കിൾ ചൂടാവാതെ, ചേട്ടൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആഹാ, മനസ്സിലായില്ല അല്ലേ? നല്ല ചുട്ട അടി കിട്ടുമെന്ന്. അല്ല ഇത് കൊള്ളാലോ സാറേ, ഇത് പബ്ലിക് റോഡാ, രാജവീതിയൊന്നുമല്ല, രാജഭരണക്കാലത്തെ രാജകുമാരിയൊന്നും അല്ലല്ലോ ഇയാളുടെ മോള്. മോളെ ആരും കാണരുതെങ്കിലേ വീട്ടിലൊരു കണ്ണാടി കൂടെ ഉണ്ടാക്കി പൊന്നു മോളെ അതിനകത്തോണ്ടേ പ്രതിഷ്ഠിക്കും. വെറുതെ മനുഷ്യരെ മനസ്സിലായി മനസ്സിലായി. അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് നീ എന്തായി കാണിക്കുന്നത്? ഞാനെന്തോ എന്നാ നീ ജീവിപ്പായി. കോംപ്രമൈസ് അങ്കിൾ. ഓക്കെ. എന്തോന്ന് കോംപ്രമൈസ്? എടാ നിന്നൊക്കെ തല്ലാത്തതേ കൈ ചൂണ്ടി കറിയാച്ചൻ കൈ കാണുമെന്ന് വിചാരിച്ചിട്ടാ. സർ, തന്നെ കണ്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കണ്ടല്ലോ. എപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ എഫിഷ്യന്റ് ആയതുകൊണ്ട് സാധാരണ നൈറ്റ് ഡ്യൂട്ടി എനിക്ക് ആരും തരാറില്ല. ഇപ്പം തന്നു പോയി ക്ഷമിക്ക്. രാവിലെ ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം. യെസ് സർ. ഓരോരുത്തന്റെ സമയം. പട്ടർ ഉറങ്ങിയോ? ഉറങ്ങിക്കോ. നല്ല ക്ഷീണം കാണും. നാളെ കോടതിയിൽ ഹാജരാകാനുള്ളതാണ്. ഹിയർ. ഞാനാ റോണി വിൻസെന്റ്. നമ്മുടെ 20 ലക്ഷത്തിന്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടല്ലോ. ഉണ്ട്. പിന്നെ പുതിയ ചില ഇൻഫർമേഷൻസ് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാ സാറിനെ മാത്രം അറിയിക്കാം. ശരി. വെക്കട്ടെ. അപ്പൊ പിന്നെ മറ്റേ കാര്യം മറക്കണ്ട. ഇല്ലില്ല, ഞാൻ ഏറ്റു. ഓക്കെ, ശരി. ആ യെല്ലോ ഷർട്ടുകാരൻ. Don't disturb, bloody fool. What nonsense you are talking? Sorry, sir.
ഞാൻ പല പല കാര്യങ്ങൾ ആലോചിച്ചിരുന്നു പോയി. എടോ പട്ടര് ഇതുവരെ എണീറ്റില്ലേ? ഏത് പട്ടര്? എടോ തന്റെ കസ്റ്റഡിയിലിരിക്കുന്ന പട്ടര്. ഓ. രാവിലെ ആർക്ക് വല്ലതും കൊടുത്തോ? രാവിലെ അയക്ക് തൈരിശാദം വേണോന്ന് പറഞ്ഞു. ഞാൻ എവിടുന്നാ സാർ തൈരിശാദം മേടിക്കാം? ഉം? തൈരും പിന്നെ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ കാണാതാകുക, അതും തന്റെ ഡ്യൂട്ടി സമയത്ത്. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? അതാണ് സാർ എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. എപ്പോഴാ പട്ടരെ അവസാനമായി കണ്ടത്? 1900 സർ, ഞാൻ ഡ്യൂട്ടി അരവിന്ദാക്ഷൻ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആ പട്ടർ സെല്ലിലുണ്ടായിരുന്നു. അരവിന്ദാക്ഷൻ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ അയാളെ ക്വസ്റ്റ്യൻ ചെയ്താ. സർ, ഡിപ്പാർട്ട്മെന്റിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഞാൻ അല്പം സ്മാർട്ടായി പോയി എന്ന കാരണത്താൽ അസൂയ പൂണ്ട ചില കുബുദ്ധികൾ എനിക്ക് നേരെ പാരവെക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പട്ടരുടെ തിരോധാനം എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി മിസ്സായതും പോരാ, വിഡ്ഢിത്തം പറയുന്നു. ഒരാഴ്ചക്കുള്ളിൽ കാണാതായ പ്രതിയെ കണ്ടുപിടിച്ച് ഇവിടെ വിവരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. എനിക്കെതിരെ ഏതോ നയവഞ്ചകരുടെ ഗൂഢാലോചന. അരവിന്ദാക്ഷൻ, യു മേ ഗോ. സർ, വസ്തുനിഷ്ഠമായി Get out. സർ